ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിലേക്ക് പെട്ടെന്ന് നമ്മുടെ അത്യാവശ്യ സമയത്ത് പണം ആകർഷിച്ചെടുക്കാനുള്ളൊരു ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചില ആവശ്യങ്ങളൊക്കെ വന്നു ചേരല്ലേ. ഒരുവിധം ആളുകൾക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു പക്ഷേ ആ സാഹചര്യം വന്നു ചേരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരെങ്കിലോടൊക്കെ കടം ചോദിക്കും. സുഹൃത്തുക്കളോടോ നമ്മുടെ ബന്ധുക്കളോടൊക്കെ നമ്മൾ കടം ചോദിക്കും. ഒരു പക്ഷേ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഒരു നെട്ടോട്ടം ഓടി കുറച്ച് ബുദ്ധിമുട്ടേണ്ട ചില സാഹചര്യങ്ങൾ എല്ലാവരുടെ ഒരുവിധം ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് പണം ആകർഷിച്ചെടുക്കാനുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളതിനെ കിട്ടാണ്ടായി നമ്മൾ ചിലപ്പോൾ പലിശയ്ക്ക് എടുക്കേണ്ടി വരും. നമ്മൾ പേഴ്സണൽ ലോണുകളൊക്കെ എടുത്തിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് പണം എങ്ങനെ പെട്ടെന്ന് നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അതിവേഗം പണം ലഭിക്കാൻ, നമ്മളിലേക്ക് വന്നു ചേരാൻ സഹായിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആ ടെക്നിക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് നിങ്ങൾ കാണുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിലാണ് എനിക്കൊക്കെ എന്നെപ്പോലുള്ളവർക്കൊന്ന് മുന്നോട്ട് വരാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഞാൻ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുക, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ പ്രാക്ടീസിലേക്ക് വരാം. അതായത് നമ്മൾ അതിന് വേണ്ടി സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കുക. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എത്തണം. മനസ്സിന് റിലാക്സ് ആക്കി സ്വസ്ഥമായി സമാധാനമായിട്ട് നമ്മളൊന്ന് ഇരിക്കുക. നമ്മൾ എന്താണോ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഉപബോധ മനസ്സൊരു ബാങ്കാണ്. നമ്മുടെ എന്താണോ അത് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. അതാണ് പറയുന്നത്. ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇരട്ടിയായിട്ട് 10 മടങ്ങായിട്ട് നമ്മളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. ഇപ്പോൾ നമ്മൾ ധനികനായിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ പണക്കാരനെന്നൊരവസ്ഥ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അതിലേക്ക് പണം നമ്മളിലേക്ക് ധനികനായൊരു രീതിയിലേക്ക് നിങ്ങളിലേക്ക് പണം വന്നു ചേരും. അതാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. നമ്മൾ എന്താണ് ഉപബോധ മനസ്സിലേക്ക് എത്തുന്നത് അത് നമുക്ക് പുറത്ത് സക്സസ് ആകും. അപ്പോൾ പണത്തിൻ്റെ ഒരു ഫീലിംഗ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ഒരു നോട്ട് എടുക്കുക. ഒരു 500-ൻ്റെയോ 100-ൻ്റെയോ നിങ്ങളുടെ കയ്യിൽ ഏത് നോട്ടാണ് ഉള്ളത് അതൊരു നല്ല വൃത്തിയുള്ളൊരു നോട്ട് കയ്യിലെടുക്കുക. എന്നിട്ട് ആ 2 കൈകളിലായിട്ട് ഈ നോട്ട് പിടിക്കുക. ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. 2 കൈകളിൽ പിടിച്ച് റിലാക്സായി സന്തോഷത്തോടുകൂടി ആ നോട്ടിലേക്ക് നോക്കുക. എന്നിട്ട് അതിനോട് പുഞ്ചിരിയോടെ സ്നേഹത്തോടെ നല്ലൊരു ഫീലിങ്ങോടുകൂടി പണത്തിൻ്റെ അതിനെ സ്നേഹിക്കുക. അതിന് സ്നേഹത്തോടെ നോക്കിയിട്ട് അതിന് നന്ദി പറയാം. ഇതെങ്ങനെയാണ്? ഒരു 1-2 മിനിറ്റ് നേരം നോക്കിയിരിക്കാം. ഒരുപാട് പേരുടെ കൈകളിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടില്ലേ നോട്ട് നമ്മളിലെ കയ്യിൽ വന്ന് ചേർന്ന്? നമ്മളെപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കയ്യിൽ പണം വന്ന് ചേരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഇനി മുതൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുക. നമ്മുടെ കയ്യിൽ പണം വന്നത് എങ്ങനെയാണ്? ഒരുപാട് പേരുടെ കൈകളിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് അത് നമ്മുടെ കൈകളിൽ, അർഹതപ്പെട്ട കൈകളിൽ തന്നെ വന്നു ചേർന്നതിന് അതിനോട് നന്ദി പറയുക. സ്നേഹത്തോടെ, നന്ദിയോടുകൂടി, നല്ല മനസ്സോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി നമ്മൾ അതിനെ സ്നേഹിക്കുക. നന്ദി പറയാം. ആരോട്? യൂണിവേഴ്സിനോടും നമ്മളോടും ആ നോട്ടിനോടൊക്കെ നന്ദി പറയാം. പിന്നെ അതിനുശേഷം ഇത് പലരുടെയും നമ്മളറിയാത്ത കാണാത്ത പല ആളുകളുടെ കൈകളിലൂടെയാണ് ഈ പണം നമ്മളിലേക്ക് വന്നു ചേർന്നത്. അപ്പോൾ അവർക്കൊക്കെ നന്ദി പറയാം. അവരുടെ ജീവിതത്തിലൊക്കെ സന്തോഷം, സമാധാനം, ഐശ്വര്യം, സമൃദ്ധി ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ അവരെ അനുഗ്രഹിക്കുക. പിന്നെ അതിനുശേഷം ഈ നോട്ടിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മൾ ഇനി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് ഈ നോട്ട് പല ആളുകളിലേക്കും പോകുമല്ലോ. അപ്പോൾ നമ്മളതിനെ ബ്ലെസ് ചെയ്യുക. ഇനി എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം, സമൃദ്ധിയും എല്ലാം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആ നോട്ടിനെ നോക്കിയിട്ട് ബ്ലെസ് ചെയ്യുക, നന്ദി പറയുക. ആത്മാർത്ഥമായിട്ട് അതിനോട് നന്ദി, എല്ലാവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ അതിന് ശേഷം സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ നോട്ടിലെ ഓരോ ഭാഗങ്ങളും നോക്കുക. നോട്ടിൽ എഴുതിയിരിക്കുന്നത് ചിത്രങ്ങൾ, അതിൻ്റെ ഓരോ ഡിസൈനുകൾ, അതേപോലെ തന്നെ അതിലെ നമ്പറുകൾ, അതിൻ്റെ കളർ, അതിൽ എന്ത് ഡിസൈനുകളുള്ളതൊക്കെ നമ്മൾ നല്ലോണം നോക്കി നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് എത്തണം. അപ്പോൾ നമ്മൾ അതിനൊക്കെ നോക്കിക്കൊണ്ട് എല്ലാ ഫീലിങ്ങോടും സന്തോഷത്തോടും കൂടി ഓരോ ഡിസൈനൊക്കെ നോക്കി നമ്മൾ മനസ്സിലേക്ക് അത് ഉറപ്പിക്കുക. ഒരു സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് ഇതിലെടുക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ എല്ലാം മനസ്സിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളണം. വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ ഫീലിങ്ങോട് കൂടി നമ്മൾ ഉപബോധ മനസ്സിലേക്ക് അതിൻ്റെ ചിത്രങ്ങളും രൂപങ്ങളും ഡിസൈനും കളറും ഒക്കെ ഉപബോധ മനസ്സിലേക്ക് പതിയണം. അപ്പോൾ അങ്ങനെ
എല്ലാം മനസ്സിലേക്ക് പതിഞ്ഞ് നമ്മൾ എടുക്കുക. കുറച്ച് നേരം നോക്കിയിരുന്ന് നമ്മുടെ ഓരോന്ന് മനസ്സിൽ പതിക്കണം. ചിത്രങ്ങൾ അതിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ ഇതുകൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പതിയുക. ഇതിന് ശേഷം നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് പതിയെ എടുത്തിൽ കിടക്കുക. റിലാക്സ് ആയിട്ട് 1-2 ശ്വാസം ഉള്ളിലേക്ക് എടുത്തൊരു ശ്വാസം പതിയെ എടുത്തുകൊണ്ട് നമ്മൾ കിടന്നിട്ട് എന്ത് ചെയ്യണം, ആ നോട്ടിനെ ഒന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് നമ്മൾ ആ മനസ്സിൽ നോട്ട് പിന്നെ വെച്ച് നമ്മൾ കണ്ണുകളടച്ച് കിടന്നുകൊണ്ട് നമ്മൾ കിടന്നിട്ട് എന്ത് വേണം, മനസ്സിലേക്ക് ആ നോട്ടിൻ്റെ രൂപം ചിത്രമൊക്കെ ഉണ്ടാവില്ല, അത് വെച്ചിട്ട് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ധാരാളം പണം നമ്മളിലേക്ക് വന്ന് നിറയുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. മനസ്സിലൊരു വിഷ്വലൈസേഷൻ പോലെ നമ്മൾ കാണാം. പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മളിലേക്ക് ധാരാളം പണം, അൺലിമിറ്റഡ് ആയിട്ടുള്ള പണം വന്ന് ചേരുന്നതായിട്ട് മനസ്സിൽ കാണാം, ഫീൽ ചെയ്യുക, സന്തോഷം അനുഭവിക്കുക. ഞാൻ ആഗ്രഹിച്ച പണം എന്നിലേക്ക് വന്ന് ചേർന്നതിന് ഒരുപാട് നന്ദി പറയുക. നമ്മളോടും യൂണിവേഴ്സിനോടും ഒക്കെ നന്ദി പറയുക. നമുക്ക് ചുറ്റും കറൻസി നോട്ടുകൾ വന്ന് നിറയുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഫീൽ ചെയ്യാം. നമുക്ക് കാണാം നമ്മുടെ നോട്ടുകൾ ഇങ്ങനെ വന്ന് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ അറിയാം നോട്ടുകൾ നമ്മളിലേക്ക് വന്ന് ചേരുന്നതും അതിൻ്റെ ഫീലിങ്ങും ആ കിട്ടുമ്പോഴുള്ള സന്തോഷമൊക്കെ നമ്മൾ മുൻകൂട്ടി അനുഭവിക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ വന്ന് നിറഞ്ഞ് നമ്മളിലേക്ക് പണം വന്ന് നിറയുന്നതായിട്ട്, ആ നോട്ടുകെട്ടുകൾ വന്ന് നിറയുന്നതായിട്ട് ഫീൽ ചെയ്യുക. അതാണ് നമ്മുടെ ബോധ മനസ്സിലേക്ക് എത്തേണ്ടത്, ഫീൽ ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പണം ലഭിച്ച് കഴിയുമ്പോൾ ആ പണം ലഭിച്ചു നമ്മൾക്ക്, അത് മുൻകൂട്ടി നമ്മൾ ചെയ്യണം. നമുക്ക് ആ പണം ലഭിച്ചു. ഇനി ലഭിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മൾ നടത്തുന്നതായിട്ടും അത് ചെയ്യുന്നതായിട്ടും ആ ഫീലിങ്ങും ആ സന്തോഷം ആ നന്ദിയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ആ കാര്യം ആവശ്യം എന്താണോ അത് നടത്തി കഴിയുമ്പോഴുണ്ടാകുന്ന ഫീലിങ്ങൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക, സന്തോഷം കൊണ്ടുവരിക. അതിനെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ആ വിഷ്വലൈസേഷൻ പോലെ അത് കാണുക. അത് നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനൊക്കെ നന്ദി പറയുക. ആ കാര്യം നടന്നതിനും യൂണിവേഴ്സിനോടും നമ്മളോടും എല്ലാവരോടും നന്ദി പറയുക. ഇങ്ങനെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലൂടെ നിങ്ങളിലേക്ക് പണം വന്നു ചേരും. പല മാർഗങ്ങളിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ വലിയ തുകയാവാം, അല്ലെങ്കിൽ ഒരു ചെറിയ തുകയാവാം. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മളിലേക്ക് വന്നു ചേരും. പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പണം കിട്ടാനുള്ള പണമായിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ചോദിച്ച വ്യക്തിനാ എന്നാൽ നിൻ്റെ ആവശ്യങ്ങൾ നടത്തുക പറഞ്ഞ് തരായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലാണ് പണം നമുക്ക് കിട്ടും. നമ്മുടെ ആ കാര്യങ്ങൾ നടത്താനുള്ള സാഹചര്യം നമുക്ക് വന്നു ചേരും. നമ്മളിങ്ങനെ കൃത്യമായിട്ട് എല്ലാ ഫീലിങ്ങോട് കൂടി അത് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മളിലേക്ക് ആ പണം വന്നു ചേരും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രാക്ടീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ നടത്താനും സന്തോഷം ഉണ്ടാവാനൊക്കെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു വെരി മച്ച്.